ഓർമ്മിക്കണം. 10-26 പേരെ, 29ഓളം മനുഷ്യരെ രാജ്യത്തിന്റെ അതിർത്തി കടന്നു വന്ന ഭീകരവാദികൾ കൊന്നുകളഞ്ഞതിന്റെ പേരിലാണ് ഇന്ന് ഈ രാജ്യം യുദ്ധത്തിലേർപ്പെടുന്നത്. 29 മനുഷ്യന്റെ ജീവൻ ചെറിയ കാര്യമാണോ? ഒരു മനുഷ്യന്റെ ജീവനാകട്ടെ ഈ രാജ്യത്തിന്റെ അതിർത്തി കടന്നു വന്നിട്ട് ഈ രാജ്യത്ത് ജനിച്ച് ജീവിക്കുന്ന ഒരു പൗരൻ, ഒരേ ഒരു പൗരൻ, നികുതി കൊടുത്ത് ഈ ഭരണകൂടത്തെ അംഗീകരിച്ച് ജീവിക്കുന്ന ഈ ഭരണകൂടം എന്നെ സംരക്ഷിക്കുമെന്ന്, എന്റെ സ്വത്തും സ്വൈര ജീവിതവും സംരക്ഷിച്ച് പിടിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരന്റെ ജീവൻ എടുക്കാൻ വേണ്ടി അതിർത്തി കടന്നു വന്ന ഭീകരവാദി, അത് പാകിസ്ഥാൻകാരനാണെങ്കിലും സൗദി അറേബ്യക്കാരനാണെങ്കിലും, അവർക്കെതിരെ ആയുധമെടുക്കാനും പ്രതിരോധിക്കാനും പ്രത്യാക്രമണം നടത്താനുള്ള അവകാശം ഇന്ത്യക്കാരനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ നമ്മൾ ഇന്ത്യ പക്ഷം തന്നെയാണ്. ന്യായീകരിക്കപ്പെടാവുന്ന യാഥാർത്ഥ്യമാണിത്. ഒരു മനുഷ്യന് ജീവനല്ലേ പോയത്? 29 മനുഷ്യരെ നിഷ്ഠൂരം വെടിവെച്ച് വീഴ്ത്തുമ്പോ സങ്കടമുണ്ട് കുന്നോളം. നമുക്ക് സങ്കടം ഉണ്ടാവില്ലേ? ഈ രാജ്യത്ത് നമ്മളെ പോലുള്ള മനുഷ്യരല്ലേ, നമുക്ക് മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഉമ്മയുണ്ട്, വാപ്പയുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു മനുഷ്യനെയാണ് അടർത്തിയെടുത്തതെങ്കിൽ സങ്കടമുണ്ടാവില്ലേ നമുക്ക്? ആ സങ്കടത്തിന്റെ നടുവിലും ഈ രാജ്യത്ത് IPL ക്രിക്കറ്റ് കൃത്യമായി നടന്നു. വിനോദങ്ങൾ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് നടക്കുന്നുണ്ട്. ഇലക്ഷൻ, ബീഹാറിൽ ഇലക്ഷൻ പ്രചരണം നടന്നിട്ടുണ്ട്. എല്ലാം നടന്നു. ആർക്കാ സങ്കടമുണ്ടായത്? ആർക്കാ ഛേദമുണ്ടായത്? ഇതല്ലാതെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് ഉൾക്കൊണ്ടത്. ആ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുമ്പോ ഏത് രാജ്യത്ത് നിന്ന് ഒഴിഞ്ഞു കയറി വന്നവനാണെങ്കിലും ശരി തന്നെ, പ്രത്യാക്രമണം അത് നമ്മുടെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം നമ്മൾ ഒരിക്കലും സമാധാനം കൊണ്ടുവരില്ല. ഏത് രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയാലും യുദ്ധം സമാധാനം കൊണ്ടുവരില്ല. എത്രയും വേഗം ഈ യുദ്ധം നിൽക്കണം, അത് നിർത്തണം എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം, നമ്മുടെ ആവശ്യം എന്നുള്ളത്. അതിന് മുൻകൈ എടുക്കേണ്ടത്, ആദ്യം വെടി നിർത്തേണ്ടത് വീഴ്ച പറ്റിപ്പോയ പാകിസ്ഥാൻ തന്നെയാണ്. അവിടെ നിന്ന് എന്ത് ചെയ്യണം? തിരുത്തലുണ്ടാകണം. ഇത് നിർത്തണം. ഇല്ലെങ്കിൽ സാധാരണക്കാരായ കോടിക്കണക്കിന് മനുഷ്യ ജീവൻ ബാധിക്കപ്പെടും. അങ്ങോട്ടും കൂടി ഇത് തുറന്ന യുദ്ധത്തിലേക്ക് പോയിട്ടില്ല. അങ്ങനെ തുറന്നൊരു യുദ്ധമുണ്ടായാൽ ഇന്ത്യയിലും പാകിസ്ഥാനിലും ജീവിക്കുന്ന മനുഷ്യർ തന്നെയാണല്ലോ അവർ. ഈ ലോകത്ത് എവിടെയാണെങ്കിലും ജീവിക്കുന്നത് മനുഷ്യരാണ്. അവർ കുടുംബത്തോടെ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അവിടേക്ക് വീഴുന്ന ഓരോ ബോംബുകളും നാശം തന്നെയാണ് വിതയ്ക്കുക. അത് ഇന്ത്യയിൽ വീണാലും പാകിസ്ഥാനിൽ വീണാലും പച്ച മനുഷ്യർ ചുട്ടരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നത് സങ്കടമുള്ള കാര്യമാണ്. നിർത്തണം ഇവിടെ. അല്ലെ, അത് മാത്രമല്ലല്ലോ, വലിയ സാമ്പത്തിക പ്രശ്നം ഉണ്ടാവില്ലേ? പശ്ചിമേഷ്യയിൽ വലിയ നാശമുണ്ടാവില്ലേ? ഈ ഏഷ്യ ഭൂഖണ്ഡത്തിന് തന്നെ സാമ്പത്തികമായി പിന്നോട്ടടിക്കില്ലേ? ആഗോളതലത്തിൽ നാണ്യത്തിന് മൂല്യം കുറയില്ലേ? ഭക്ഷ്യക്ഷാമം ഉണ്ടാവില്ലേ? അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ. ഒരു യുദ്ധവും തുടങ്ങി വെച്ചിടത്ത് സമാധാനം കൊണ്ടുവന്നിട്ടില്ല. അവസാനം നാശത്തിലൂടെ അല്ലാതെ ഒരു യുദ്ധവും അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് എത്രയും വേഗം അവസാനിക്കണം എന്നുള്ളതാണ് നമ്മൾ താല്പര്യം, നമ്മൾ ആഗ്രഹിക്കുന്നത്.